ഗാസയിലും ഇറാനിലും ഒക്കെ ആളുകളെ കൊന്നു തള്ളുമ്പോൾ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് ആഹ്ലാദിച്ച് നടന്നിരുന്ന ഇസ്രായേലികൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഒരു അവസ്ഥ അവർക്കും വരുമെന്ന്. അതുപോലെ ഇസ്രായേലിലെ പല ഭാഗത്തും ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഇസ്രായേലി ആർമിയിൽ ആരും ജോയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണങ്ങളൊക്കെ അവർ തന്നെ പറയുന്ന വിഷ്വൽസ് ഇപ്പോൾ മീഡിയാസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ ട്രംപ് അണ്ണൻ, അതായത് ഈ യുദ്ധത്തിനും എല്ലാത്തിനും കാരണമായിട്ടുള്ള ട്രംപ് അണ്ണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതിന്റെ ദൃശ്യവും ഈ വീഡിയോയുടെ അവസാനം ഞാൻ വെക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്കൊരു ദൃശ്യം കാണാം. ആദ്യം היינו אמורים לרקוד בחתונה שלך, לחכות לך שתחזור מהודו או מארצות הברית. אני לא יודעת, זה כל כך חסר. תשמור עלינו מלמעלה, על הנצח, אחי, אזכור אותך תמיד, וניפגש בסוף, אתה יודע. IDF-ന്റെ ഒരു സോൾജിയർ കൊല്ലപ്പെട്ടത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നല്ലോ. അവരുടെ സിസ്റ്ററാണ് ഈ കരയുന്നത്. ഈ കരച്ചിലിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സഹതാപവും തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഈ സിസ്റ്റർ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇതിനു മുൻപ് ഡാൻസ് കളിച്ചിട്ടുള്ളത് കല്യാണത്തിനൊന്നുമല്ല. നിങ്ങളൊക്കെ ഡാൻസ് കളിച്ചിട്ടുള്ളത് ഗാസയിലെയും മറ്റു, അതായത് ജനങ്ങളെ കൊല്ലുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഇറാനിൽ ഈ യുദ്ധം ആദ്യം തുടങ്ങുമ്പോൾ 150ഓളം കുട്ടികളെ കൊന്ന സമയത്തും നിങ്ങൾ ഈ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ആർക്കും നിങ്ങളോട് സഹതാപം തോന്നില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ, അതുപോലെ മറ്റു മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പല ഭാഗത്തു നിന്നും ഇതുപോലുള്ള കരച്ചിലുകളുള്ള വീഡിയോ നമ്മൾ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നടക്കുന്ന ഇസ്രായേലിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. In one sentence, why should people refuse to serve in the Israeli army? Because there's a genocide and you don't enlist into an army that's committing a genocide. In one sentence, why should people refuse to serve in the Israeli army? The IDF is continuing to behave the same way it's behaved since Israel's founding, which is furthering horrible death and violence and a circle of blood for everyone. Because the Jewish state that trying to present me wanna exterminate the people of Gaza, and we can't be silent. Never again is now for everyone. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും കിട്ടിയില്ല. പക്ഷേ ഇത് എങ്ങനെയായാലും ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇസ്രായേലിൽ നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അതായത് ഒന്നെങ്കിൽ ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നടന്ന ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ് ഇത്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് സോൾജിയേഴ്സ് ഒന്നും, അതായത് ആളുകളൊന്നും ഇസ്രായേലി സോൾജിയേഴ്സിലേക്ക് ആംഡ് ഫോഴ്സിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആളുകൾ പറയുന്നുണ്ട്. എന്താണ് റീസൺ എന്നുള്ളത്? ജനോസൈഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് റീസൺ ആയിട്ട് പറയുന്നത്. ഇതിപ്പോൾ ഒരു സ്ഥലത്തുള്ള പ്രൊട്ടസ്റ്റ് മാത്രമാണ് കണ്ടത്. പക്ഷെ പലയിടത്തും ഇസ്രായേലിന്റെ പല ഭാഗത്തും ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ള, അതായത് ഈ യുദ്ധത്തിനൊക്കെ കാരണമായിട്ടുള്ള നമ്മളുടെ ട്രംപ് അണ്ണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുകൂടെ? ഇപ്പോൾ വെക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പഴയ വീഡിയോ ഒന്നുമല്ല. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 27-ാം തീയതി, അതായത് ഇന്നലെ ഉള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ മ്യൂസിക് ഒന്നും അവിടെ പ്ലേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഡാൻസ് കളിക്കുന്നതിന് എന്താ പ്രശ്നമല്ലേ?
ഇയാൾക്കൊരു കുഴപ്പവും ഉണ്ടാവുന്നില്ലല്ലോ. യുദ്ധത്തിന് ഇയാൾ പോകുന്നില്ല, ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ്, കുട്ടികൾ, അതായത് ഇയാളുടെ മക്കളോ ആരും ഈ യുദ്ധത്തിന് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഫുള്ള് ഹാപ്പിയാണ്. ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യുന്നു. അതായത് US ആർമിയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇയാൾക്ക് എന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ആർക്കറിയാം. ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. ഇയാളുടെ ഫാമിലിന്നോ എവിടുന്നോ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾ ഫുള്ള് ഹാപ്പിയാണ്. എൻജോയിങ് ഹിസ് ലൈഫ്. അങ്ങനെ ഒരു പ്രസിഡന്റ് എന്താ ഇതിനൊക്കെ പറയാമല്ലേ?